ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്ക് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മയക്കുമരുന്ന് ഒഴുകുന്നതിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അനുനിമിഷം പുറത്തു വരുന്നത്. കോഴിക്കോട്ടെ പുതിയങ്ങാടിയിലെ വാടക വീട്ടിൽ നിന്നും 2 കോടിയിലധികം രൂപ വില വരുന്ന ലഹരിമരുന്ന് പിടികൂടിയ കേസിൽ ഒരു യുവതി കൂടി പോലീസ് അറസ്റ്റിലായതോടെ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ആലപ്പുഴ പുന്നപ്ര സ്വദേശിയായ PS ജൂമി എന്ന 26-കാരിയാണ് ബംഗളൂരുവിൽ പിടിയിലായത്. മുൻകാലങ്ങളെ അപേക്ഷിച്ച് മയക്കുമരുന്ന് കേസിൽ വനിതകൾ കൂടി വരുന്ന കണക്കാണ് പുറത്തുവരുന്നത്. മയക്കുമരുന്ന് കാരിയറായി വനിതകൾ കടന്നുവരുമ്പോൾ സംശയിക്കില്ലെന്ന തോന്നലാണ് സംഘങ്ങൾക്കുള്ളതെന്ന് അനുമാനിക്കാം. കഴിഞ്ഞ മെയ് 19-നാണ് കോഴിക്കോട്ടെ കേസിനാസ്പദമായ സംഭവം നടന്നത്. കോഴിക്കോട് പുതിയങ്ങാടിയിലെ വീട് കേന്ദ്രീകരിച്ച് ലഹരി കച്ചവടം നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇവിടെ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു. പോലീസിന്റെ സാന്നിധ്യം അറിഞ്ഞ ഉടൻ ഓടി രക്ഷപ്പെട്ട നിലമ്പൂർ സ്വദേശി ഷൈൻ ഷാജിയെ ബംഗളൂരുവിൽ നിന്നും പെരുവണ്ണാമൂഴി സ്വദേശി ആൽബിൻ സെബാസ്റ്റ്യനെ കുമ്മളിയിൽ നിന്നും പിന്നീട് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മയക്കുമരുന്ന് കോഴിക്കോട്ടേക്ക് എത്തിക്കുന്ന കാരിയറായി പ്രവർത്തിച്ചത് ജൂമിയാണെന്ന് ബോധ്യമായത്. തുടർന്ന് ജൂമിക്കായി അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു. വെള്ളയിൽ ഇൻസ്പെക്ടർ G ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജൂമിയെ പിടികൂടിയത്. വെള്ളയിൽ SI ദീപകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദീപു, സിറ്റി ക്രൈം സ്ക്വാഡിലെ A പ്രശാന്തകുമാർ, ഷിജില, സ്നേഹ, ഷിനിൽ എന്നിവരുൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.